കൂട്ടുകാരെ, ഇറ്റ്സ് മീ ആര്യാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അരിനെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ. ഇത് എൻ്റെ വീട്ടിലെ മരത്തിലുണ്ടായ അരിനെല്ലിക്കയാണേ. അപ്പോൾ ഇത് രാവിലെ തന്നെ എല്ലാം പറിച്ചെടുത്തു കേട്ടോ. അത് നോക്കിയപ്പോൾ ഇതേണ്ട മുന്തിരിക്കൊല പോലെ. അപ്പോൾ അതിലൊരെണ്ണം എടുത്ത് ഞാൻ കഴിച്ച് നോക്കി. കഴിച്ചൊക്കെ നല്ല പുളിയും മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് വിളഞ്ഞതാണ് ഈ പുളി. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞാൻ വെച്ചത് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ അരിനെല്ലിക്കയെല്ലാം കഴുകിയെല്ലാം വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, കായം, നല്ലെണ്ണ ഇതെല്ലാം എടുത്ത് വെച്ച ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയ വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരിനെല്ലിക്ക ഇട്ട് കൊടുക്കാവേ. ഈ അരിനെല്ലിക്കയിൽ കറയുണ്ട്. അപ്പോൾ ആ കറ പോകാൻ വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് കണ്ണോപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കാരണം വെള്ളമൊക്കെ മാറിപ്പോണം. ഈ വെള്ളമായി ഒരിക്കലും അച്ചാറിനകത്ത് പാടില്ല. അപ്പോൾ ആ വെള്ളമയൊക്കെ മാറിയ ശേഷം നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ പാത്രം എടുത്ത് ഗ്യാസിലേക്ക് വെച്ചതിന് ശേഷം 3-5 ടീസ്പൂൺ നല്ലെണ്ണ എടുത്ത് ഒഴിക്കണേ. ഒഴിച്ചതിന് ശേഷം ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് കറിവേപ്പിലയുണ്ട് കേട്ടോ, അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് നമ്മൾ തയ്യാറാക്കാൻ വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇത് മൂന്നും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കാം. ചൂടാക്കി നന്നായിട്ട് അങ്ങ് മൂത്ത് പോകില്ല കേട്ടോ, മൂക്കാതെ ശകലം ചെറിയ തീയിൽ ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ അരിനെല്ലിക്ക ഉണ്ടല്ലോ, അത് അപ്പോഴത്തേക്ക് തണുത്തിരിക്കുക. ആ തണുത്ത അരിനെല്ലിക്കയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ അരിനെല്ലിക്കയും കൂടെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കെല്ലാം പിരളാൻ വേണ്ടി നമ്മൾ സ്പൂൺ ഇട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ അരിനെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാനും ഇത് കഴിച്ച് നോക്കി കേട്ടോ. ആദ്യം ഞാൻ ഫസ്റ്റ് ടൈം ഞാനാണ് കഴിച്ചത്. കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിന് ശേഷം എൻ്റെ മാമൻ്റെ മോൻ വന്ന് അവനും ഞാൻ കൊടുത്തു കേട്ടോ. അവനും അത് ഇഷ്ടമായി, നല്ലതാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.